കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 47 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും, വി മുരളീധരൻ കഴക്കൂട്ടത്തും, കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും ജനവിധി തേടും. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസ് എന്നിവരുമാണ് മത്സരിക്കുന്നത്. വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഇതിനോടകം തന്നെ തുടക്കമായി. LDF-ഉം UDF-ഉം കലഹത്തിലാഴുമ്പോഴാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും മണ്ഡല നിർണയത്തിലുമൊന്നും എതിരഭിപ്രായങ്ങളില്ലാതെ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും, വി മുരളീധരൻ കഴക്കൂട്ടത്തും, കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും ജനവിധി തേടും. എല്ലാ വിഭാഗങ്ങൾക്കും പരിഗണന നൽകിയിട്ടുള്ള BJP പട്ടികയിൽ ഒരു കേന്ദ്രമന്ത്രിയും 2 മുൻ കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാടും, പി.കെ. കൃഷ്ണദാസ് കാട്ടാക്കടയിലും പോരിനിറങ്ങും. BJP സഞ്ചരിക്കുന്നത് വികസനത്തിനൊപ്പമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങളുടെ പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ്. അത് നേമത്തിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലും മൊത്തം കേരളത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാനാണ്. NDA നന്നായി ശക്തമായി ഈ ഇലക്ഷനിൽ മത്സരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇത് 1 സീറ്റോ 2 സീറ്റിനല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. മാറ്റം കൊണ്ടുവരണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും. ഞങ്ങളൊരു കാഴ്ചപ്പാട്, വികസിത കേരളം എന്ന കാഴ്ചപ്പാട്, ഇവിടെ വികസിത നിയമത്തിൻ്റെ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണ് ഈ നാടിൻ്റെ ഭാവിയും ഏത് ദശയിലാണ് നമ്മുടെ നാട് പോകേണ്ടത്. ഞങ്ങൾ പറയുന്നത് ഈ ഇലക്ഷൻ ഏറെ നിർണായകമായ ഒരു ഇലക്ഷനാണ്. ഷോൺ ജോർജ് പാലായിൽ, PC ജോർജ് പൂഞ്ഞാറിൽ, R ശ്രീലേഖ വട്ടിയൂർക്കാവിലും, പത്മജ വേണുഗോപാൽ തൃശൂരിലും, തിരുവല്ലയിൽ അനൂപ് ആന്റണിയും മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികൾക്കും തുടക്കമായി. രണ്ട് ദിവസത്തിനുള്ളിൽ മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് BJP നീക്കം. ന്യൂസ് ഡെസ്ക്, ജനം.